ഇറാനും അമേരിക്കയും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടെ ഇറാന് നേരെ 10-ാം രാത്രിയിലും അതിശക്തമായ വ്യോമാക്രമണം നടത്തി സൈന്യം. അതേസമയം മേഖലയിൽ ആക്രമണം വ്യാപിപ്പിച്ച ഇറാൻ കുവൈറ്റിന് നേരെയും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതോടെ പശ്ചിമേഷ്യൻ മേഖല പൂർണ്ണമായും യുദ്ധഭീതിയിലായി. ഇറാന്റെ പ്രകോപനമില്ലാത്ത ആക്രമണങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കിയ സെൻട്രൽ കമാൻഡ് ഇറാന്റെ സൈനിക കമാൻഡ് സെന്ററുകൾ, മിസൈൽ വിക്ഷേപണ താവളങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് പുതിയ ഘട്ട ആക്രമണം പൂർത്തിയാക്കിയത്. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ നാവികശേഷി പൂർണ്ണമായും തകർക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കൻ സഖ്യരാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തുന്ന ആക്രമണം അയൽരാജ്യമായ കുവൈറ്റിലേക്കും വ്യാപിച്ചു. കുവൈറ്റിന് നേർക്കുവന്ന ഇറാനിയൻ ഡ്രോണുകളെയും മിസൈലുകളെയും തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വ്യോമാതിർത്തിയിൽ വെച്ച് തന്നെ വിജയകരമായി തകർത്തതായി കുവൈറ്റ് സൈനിക വക്താവ് അറിയിച്ചു. ജോർദാനിൽ സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിനു പിന്നാലെ ഇറാന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ തങ്ങൾ പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണെന്നും തിരിച്ചടി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷത്തിന് അയവ് വരാത്ത അവസ്ഥയാണുള്ളത്. ഹോർമോസ് കടലിടുക്കിലെ വ്യോമ നാവിക പാതകളെ അശാന്തമാക്കി ഇറാൻ സൈന്യം ഏറ്റുമുട്ടൽ തുടരുകയാണ്. അതേസമയം ഹോർമോസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 എണ്ണക്കപ്പലുകളിൽ ശക്തമായ സ്ഫോടനത്തെ തുടർന്ന് വലിയ തീപിടുത്തമുണ്ടായതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. കപ്പലുകളിലെ ജീവനക്കാരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മേഖലയിൽ അമേരിക്കൻ വികൃതികൾ തുടരുന്നിടത്തോളം കാലം ഹോർമോസ് കടലിടുക്ക് അടഞ്ഞുകിടക്കുമെന്നും ഇവിടെ നിന്ന് എണ്ണയോ വാതകമോ രാസവളമോ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നും IRGC മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ വിവിധ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിവന്ന പുതിയ ഘട്ട വ്യോമാക്രമണങ്ങൾ പൂർത്തിയായതായി സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര ചരക്കു കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ തടയുന്നതിനും അവരുടെ സൈനിക ശേഷി തകർക്കുന്നതിനുമായാണ് ശക്തമായ ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തിരിച്ചടി തുടരുമ്പോഴും ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള വ്യാപാര ആവശ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്ന് സെൻകോം അറിയിച്ചു. കഴിഞ്ഞ മെയ് മാസം മുതൽ ഇതുവരെ 900ഓളം വാണിജ്യ കപ്പലുകളുടെയും 45 കോടി ബാരൽ ക്രൂഡ് ഓയിലിന്റെയും സുരക്ഷിതമായ നീക്കത്തിന് സൈന്യം സഹായം നൽകിയിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു.